വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നാളെ ഇഡ്ഡലിയാണ് ഉണ്ടാക്കാൻ വിചാരിച്ചിരിക്കുന്നത്. അതുകൊണ്ട് രാത്രി ഉഴുന്നൊക്കെ അരച്ചു, അത് കഴിഞ്ഞിട്ട് അരിയും ചോറും ഒക്കെ ഇട്ട് നല്ല രീതിക്ക് അരച്ചെടുത്തേ. രണ്ടും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം നല്ല രീതിക്ക് കലക്കി വെച്ചു. ചിലർ തലേ ദിവസം തന്നെ ഉപ്പൊക്കെ ഇട്ട് വെക്കുമെന്ന് പറയുന്നു. എനിക്കറിയത്തില്ല, ഞാനങ്ങനൊന്നും ചെയ്യത്തില്ല കേട്ടോ. പിറ്റേ ദിവസം മക്കളെ സ്കൂളിൽ വിടാനായിട്ട് രാവിലെ ഞാൻ 4:30-ക്ക് എണീക്കുന്നത്. പക്ഷേ വൈകിപ്പോയി. അലാറമൊക്കെ കേട്ടു, പക്ഷേ ഞാനത് ഓഫ് ചെയ്ത് വെച്ചിട്ട് അങ്ങ് ഉറങ്ങിപ്പോയി കേട്ടോ. എണീറ്റ് വന്നപ്പോൾ നല്ല ലേറ്റായി, 5:30 മണി കഴിഞ്ഞു. പിന്നെ എന്ത് ചെയ്യാനാ, ഇഡ്ഡലി കാപ്പി തന്നെ കൊടുത്തു വിടാമെന്ന് കരുതി ഇഡ്ഡലി മാവൊക്കെ ഉപ്പൊക്കെ ഇട്ട് റെഡിയാക്കി എടുത്ത് ഇഡ്ഡലിക്ക് കോരി ഒഴിച്ചേ. ഇഡ്ഡലി ഉണ്ടാക്കുമ്പോൾ ഞാൻ ഇഞ്ചിയും പച്ചമുളകൊക്കെ ചേർക്കും കേട്ടോ, പക്ഷേ അത് ഈ വീഡിയോയിൽ എടുക്കാൻ ഞാൻ വിട്ടുപോയി കേട്ടോ. അങ്ങനെ ഇഡ്ഡലി മാവൊക്കെ കോരി ഒഴിച്ച് തട്ട് ഓരോന്നായിട്ട് വെച്ച് ഞാൻ ഇഡ്ഡലി റെഡിയാക്കി എടുത്തു. നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു, പക്ഷേ ഞാൻ കൂടുതലും ചോറ് ചേർക്കും കേട്ടോ, അതുകൊണ്ടാണോ എന്നറിയത്തില്ല. പിന്നെ ഉഴുന്നും പറയുന്ന അളവിൽ നിന്നും കൂടുതലിടും. ചിലർ പറയും 1 ഗ്ലാസ് അരിക്ക് 1/4 ഗ്ലാസ് ഉഴുന്ന് പറയുന്ന പോലെ. ഞാൻ അങ്ങനെയല്ല, ഞാൻ 1 ഗ്ലാസ് അരിക്ക് 1/2 ഗ്ലാസ് ഉഴുന്നിൽ കൂടുതലിടും കേട്ടോ. ഇനി അതിൻ്റെതാണെന്ന് അറിയത്തില്ല. എന്തായാലും ഞാൻ ഉണ്ടാക്കിയ ഇഡ്ഡലി നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നേ. അങ്ങനെ ഇഡ്ഡലി എല്ലാം പാത്രത്തിൽ ഇട്ട് കേട്ടോ. എന്നിട്ട് അടുത്ത മാവും കോരി ഒഴിച്ച് വെച്ചേ. ഇഡ്ഡലിക്ക് അരച്ച് വെച്ച മാവുണ്ടല്ലോ, യഥാർത്ഥത്തിൽ ഇച്ചിരി ലൂസായിപ്പോയി. ദോശയുടെ ഒരു മാവിൻ്റെ പരുവായിപ്പോയി. എങ്കിലും ഞാൻ കരുതിയില്ല, പക്ഷെ നല്ല സോഫ്റ്റ് ഇഡ്ഡലി ആയിരുന്നു. അത് ഇഡ്ഡലിയുടെ എല്ലാം സെറ്റാക്കി എടുത്തതിന് ശേഷം ചായ. ഡെയിലി ഒരു 2-3 ചായ കുടിക്കാതെ സത്യം പറഞ്ഞാൽ ഒരു ദിവസത്തിൽ ഒരു ഇത് കിട്ടത്തില്ല കേട്ടോ. ചായ ഭയങ്കര ഇഷ്ടമാണ്. 3-4 ചായ വേണമെങ്കിൽ ഞാൻ കുടിക്കും കേട്ടോ. ആദ്യമൊക്കെ ഞാൻ നല്ല പഞ്ചസാര ഇട്ട് നല്ല കുടിക്കുമായിരുന്നു. ഇപ്പോൾ ഈ ചായ കൂടുതൽ കുടിക്കുന്ന കാരണം ആ പഞ്ചസാര അങ്ങ് ഒഴിവാക്കി. മക്കൾക്കുള്ള ചായയിൽ പഞ്ചസാര ഇട്ടു. എന്നിട്ട് എനിക്ക് ഒരു വിത്തൗട്ട് ചായയും ഞാൻ എടുത്തു. രാവിലെ ഈ ചായ കുടിക്കുന്നതായിട്ടോ നല്ലൊരു എനർജി. പക്ഷേ ചായ ഒരുപാട് പേര് പറയും കുടിക്കരുതെന്ന്. ചായയൊക്കെ കുടി കഴിഞ്ഞിട്ട് മോന് സ്കൂളിൽ പോകാനായിട്ട് ഇഡ്ഡലിയൊക്കെ എടുത്ത് വെച്ചോട്ടോ. പക്ഷേ ചമ്മന്തി അരച്ച് ഉണ്ടാക്കിയ വീഡിയോ ഞാൻ എടുത്തില്ല. വെള്ളച്ചമ്മന്തി തേങ്ങ അരച്ചാണ് ഉണ്ടാക്കിയത്, പച്ചമുളകൊക്കെ ചേർത്ത്. അങ്ങനെ മോന് ഇഡ്ഡലിയും ചമ്മന്തിയൊക്കെ കൊടുത്തു. അമ്മ ചമ്മന്തിക്ക് നല്ല എരിയെന്ന് പറഞ്ഞ് മുളക് കൂടിപ്പോയി. ഞാൻ മക്കൾക്ക് ഇഡ്ഡലി എന്ന് പറയുന്നൊരു സാധനം ഉണ്ടാക്കുമ്പോഴത്തേക്കും ഞാൻ ഓരോ ഇഡ്ഡലി എടുത്ത് അരിഞ്ഞാണ് ഇടുന്നത്. അത് എന്താണ് പ്രത്യേകതയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. എൻ്റെ അമ്മ എനിക്ക് ഇങ്ങനെയാണ് ചെയ്തു തന്നത്. ചിലപ്പോൾ ഞാനതെടുത്ത് പണ്ട് എടുത്ത് വായിൽ വെച്ച് തൊണ്ടയിൽ വല്ലതും കയറും എന്നുള്ള ഭയത്തിലായിരിക്കും എൻ്റെ അമ്മ എനിക്കിങ്ങനെ തരുന്നത്. ഞാൻ പണ്ട് ടിഫിൻ ബോക്സ് കൊണ്ടുപോകുമ്പം ഞാൻ ഇഡ്ഡലിയൊക്കെ തുറക്കുമ്പോഴത്തേക്കും എൻ്റെ അമ്മ ഇങ്ങനെ പീസാക്കിയാണ് ഇട്ടിരുന്നത്. അത് തന്നെ ഞാൻ മക്കൾക്ക് ഇഡ്ഡലി ഉണ്ടാക്കുമ്പോഴും ഞാൻ അങ്ങനെ ചെയ്യുവേ. മക്കളെയൊക്കെ സ്കൂളിൽ വിട്ടതിന് ശേഷം വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി. രാവിലെ ചെയ്താൽ ചെയ്തു, അല്ലെങ്കിൽ പിന്നെ വന്നു കഴിഞ്ഞാൽ 3-4 പ്രാവശ്യം വൃത്തിയാക്കണം. അതുകൊണ്ട് മക്കൾ പോയി കഴിയുമ്പം തന്നെ വീടെല്ലാം തൂത്ത് വൃത്തിയാക്കിയേ. വീട്ടിൽ നിൽക്കുന്ന ദിവസം ഉണ്ടല്ലോ മക്കൾ, അപ്പോഴും 3-4 പ്രാവശ്യമാണ് വീട് തൂക്കുന്നത്. കാര്യം അത്രയ്ക്ക് ചവറ് വാരിയിടും. എങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. പുസ്തകത്തിൻ്റെ പേപ്പറാണോ ഇനി ന്യൂസ് പേപ്പറാണോ, എങ്ങനെയാണെങ്കിലും മക്കൾ ഇച്ചിരി വലുതായെങ്കിലും അവരതെല്ലാം അതിൻ്റെ ഇടയ്ക്ക് കാണിക്കും. അങ്ങനെ വീടൊക്കെ തൂത്ത് വൃത്തിയാക്കി. വെയിൽ വരുന്നതിന് മുമ്പ് മുറ്റവും കൂടെ തൂത്ത് വൃത്തിയാക്കി കേട്ടോ, അല്ലെങ്കിൽ ഈ ഭാഗത്തൊന്നും തന്നെ നിൽക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് വീടിൻ്റെ മുറ്റവും എല്ലാം തൂത്ത് ഒതുക്കി വെച്ചു. എന്നിട്ട് വൈകിട്ടും തൂക്കും കേട്ടോ. ആ ഒതുക്കി വെച്ചതെടുത്ത് ഞാനത് കത്തിച്ച് കളയും. പിന്നെ മക്കളുടെ തുണികളെല്ലാം എടുത്തോട്ട് വന്ന് എല്ലാം കഴുകി വിരിച്ചേ. ഒരു 10 മണിയായി കഴിഞ്ഞാൽ ഇവിടെ ഒന്നും നിൽക്കാൻ പറ്റത്തില്ല കേട്ടോ, ഭയങ്കര വെയിലാണ്. അതുകൊണ്ട് രാവിലെ തന്നെ ഈ തുണിയൊക്കെ കഴുകിയിട്ട് ആ വലിയൊരു ജോലി തന്നെ തീരും. സ്കൂളിൽ നിന്ന് വരുമ്പോൾ ഉണ്ടല്ലോ, യൂണിഫോം മൊത്തം പേന വെച്ചുള്ള വരയും അഴുക്കുകളും ഒക്കെയാണ്. ഇതെങ്ങനെയാണ് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അതുകൊണ്ട് മെഷീനകത്തൊന്നും ഇടാനേ പറ്റത്തില്ല കേട്ടോ. കൈവച്ച് കല്ലിൽ നല്ലവണ്ണം തിരുമ്മി വൃത്തിയാക്കി എടുക്കാനേ പറ്റൂ. എന്നുള്ളതാണ്. ഇത് എത്ര പറഞ്ഞാലും 2 പേരും കേൾക്കത്തില്ല. തുണിയൊക്കെ കഴുകി എല്ലാം വിരിച്ചതിന് ശേഷമേ ഞാൻ പോയി കുളിച്ചു. എന്നിട്ട് ചെടിക്ക് വെള്ളമൊക്കെ നനച്ചു. എനിക്ക് പുറത്തോട്ടൊന്ന് പോകണമായിരുന്നു, കുറച്ച് വീട്ടു സാധനങ്ങളൊക്കെ വാങ്ങിക്കണമായിരുന്നു. വന്നിട്ട് വേണം ഇനി ഉച്ചത്തെ ചോറും കറികളൊക്കെ ചെയ്യാൻ. രാവിലെ ഇച്ചിരി എണീക്കാൻ താമസിച്ചതിൽ വന്ന മിസ്റ്റേക്കാണ് ഇത്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ എല്ലാ പണിയും തീരും. ഒരു 10 മണിയാകുമ്പോഴത്തേക്കും എൻ്റെ ജോലികളെല്ലാം തീരും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ടാറ്റാ.